റോട്ടിലിറങ്ങി നടക്കില്ല. ഞങ്ങൾ ഡിവൈഎഫ്ഐ സിന്ദാബാദ്. പ്രതിഷേധം ആളിക്കത്തി പടരട്ടെ. KSUവിൻ ചെറ്റകളെ പരനാരികളെ ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഒറ്റരെണ്ണം KSU റോട്ടിലിറങ്ങി നടക്കില്ല. ആരിത് പറയുന്നോർത്തോളൂ. ഇൻകുലാബ് സിന്ദാബാദ്. ആരാണ്ടായി KSU. ആനത്തത്തിൽ നൂറിലൊരംശം നിങ്ങളുടെ ശിരകളിലുണ്ടെങ്കിൽ സതീശൻ വാക്കും കേട്ട് അയ്യൂക്കിന്റെ കരുത്തും കൊണ്ട് പ്രസ്ഥാനത്തിനു നേരെ വന്നാൽ ഒറ്റരെണ്ണം KSU റോട്ടിലിറങ്ങി നടക്കില്ല. ആരിത് പറയുന്നോർത്തോളൂ. ഞങ്ങൾ ഡിവൈഎഫ്ഐ. നാടിൻ സമരഭടന്മാർ. സൂക്ഷിച്ചോ. ഞങ്ങൾക്കുണ്ടൊരു നേതൃത്വം. നേതൃത്വം ഒരു വാക്കു പറഞ്ഞാൽ അഞ്ചാടിക്കുരു തുള്ളണ പോലെ ഉള്ളങ്കയിലൊതുക്കും ഞങ്ങൾ. ഞങ്ങളിതേറെ കണ്ടവരാ. കണ്ടതിലേറെ കൊണ്ടവരാ. കൊടുത്തവരാ. സൂക്ഷിച്ചോ. നാട്ടുകാരെ, ഇന്ന് അല്പസമയം മുമ്പ് നടന്ന ഒരു സംഭവം ഈ കേരളത്തിലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കോൺഗ്രസിന്റെ UDFന്റെ നേതൃത്വത്തിൽ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പുതിയ രൂപം കേരളത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിലപാടിന്റെ പേരിൽ പരസ്പരം ജനാധിപത്യപരമായി പോരടിക്കുന്ന ഒരു സംസ്കാരം നിലനിൽക്കുന്ന ഒരു നാട്ടില് ഈ കേരളത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിയെ പരസ്യമായി സമരമെന്ന ആഭാസം നടപ്പിലാക്കിക്കൊണ്ട് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ചില തെമ്മാടികൾ ചേർന്ന് കൈകാര്യം ചെയ്യുന്ന ഒരു നെറികെട്ട കാഴ്ച കേരളം കാണുകയാണ്. ഞങ്ങൾക്ക് ഡിവൈഎഫ്ഐക്ക് SFIക്ക് ഈ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിന് അവരോട് ഒറ്റ കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ നേതാക്കളുടെയും നിങ്ങളുടെ നേതാക്കൾക്കൊക്കെ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന കനകൊലുവിന്റെയും അവർക്ക് ഓശാന പാടുന്ന മാധ്യമ തമ്പുരാക്കന്മാരുടെയും അവർക്ക് പണം കൊടുക്കുന്ന ഏഴാംകൂലി മുതലാളിമാരുടെയും വാക്കുകെട്ട് ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾക്ക് നേരെ വെല്ലുവിളിയുമായി അക്രമവുമായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ KSU പഴയ KSUക്കാരോട് ഒന്ന് ചോദിച്ചു നോക്കണം, എന്താണ് ഈ പ്രസ്ഥാനം എന്നുള്ളത്. നിങ്ങൾ സമയമുണ്ടെങ്കിൽ ഒന്ന് ചോദിക്ക്. നിങ്ങളുടെ ഈ വൃത്തികെട്ട നേതാക്കളുണ്ടല്ലോ, അവരോട് നിങ്ങൾ ചോദിക്ക്, എന്താണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന്, എന്താണ് DYFI എന്ന്. അപ്പോ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി മനസ്സു നുറങ്ങുന്ന വേദനയുമായി അവര് പറഞ്ഞു തരും, ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്താണ് ഈ നാട്ടിലെ DYFI എന്ന്, എന്താണ് ഈ നാട്ടിലെ SFI എന്ന്, എന്താണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന്. അതുകൊണ്ട്
പുറത്ത് ചിലപ്പോ പരസ്യമായി അവർ പറഞ്ഞുവെന്ന് വരില്ല. പക്ഷേ ഞങ്ങൾക്കുറപ്പുണ്ട്, സ്നേഹമുള്ള അനുജന്മാരോട്, മക്കളോട് നിങ്ങളുടെ പൂർവികർ ചെവിയിൽ പറഞ്ഞു തരും, വേണ്ട മക്കളെ, കൈവിട്ട കളിക്കു നിൽക്കണ്ട. ഞങ്ങൾക്കത് മാത്രമേ അവരോട് സൂചിപ്പിക്കാനുള്ളൂ. ഇവിടെ SFIയുടെ ജില്ലാ പ്രസിഡന്റ് ഷാജി മാഷ് അടക്കമുള്ള ആളുകൾ ഈ സമരത്തിലെത്തിയിട്ടുണ്ട്. SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് അനുജ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാക്കൾ മുതൽ ഈ പ്രദേശത്തെ, ഈ നാട്ടിലെ, കേരളത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവർത്തകനെയും അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ പ്രതിരോധിക്കാൻ തീരുമാനിച്ചാൽ KSU എന്നല്ല, യൂത്ത് കോൺഗ്രസ് എന്നല്ല, കോൺഗ്രസ് എന്നല്ല, UDF എന്നല്ല, ഇപ്പൊ നിങ്ങളുടെ ഒക്കച്ചങ്ങാതിമാരായി നിൽക്കുന്ന SDPയും ജമാഅത്ത് ഇസ്ലാമിയും എല്ലാ ചണ്ടിവണ്ടാരങ്ങളും കൂടി ഒരുമിച്ച് വന്നാലും തടുത്തു നിർത്താൻ വേണ്ടി കഴിയാത്ത കരുത്തുമായി ഞങ്ങൾ നിങ്ങളെ പ്രതിരോധിക്കുകയല്ല, നിങ്ങളുടെ തല തകർക്കും എന്ന് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കാം. കോഴിക്കോട് കുറ്റ്യാടിയിൽ കണ്ട പുന്നാരത്തള്ളിന്റെ കഥയല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ തള്ളുമ്പോ അത് പുന്നാരത്തള്ളാവില്ല, നിങ്ങളുടെയൊക്കെ 16ന്റെ തള്ള് ഞങ്ങൾ തള്ളും. ആ തള്ള് ഞങ്ങളെ കൊണ്ട് തള്ളിക്കരുത് എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. മുഴുവൻ DYFIയുടെയും SFIയുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകരെ ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് അനുജയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, ഈ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി SFIയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാവ് സഖാവ് ഷാജി മാഷെ സഖാക്കളെ, ഈ ഒരു പ്രതിഷേധ സമരത്തിന്റെ മുദ്രാവാക്യത്തെക്കുറിച്ച് വേറൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. കേരളത്തിലെ ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം, DYFIയും SFIയെയും സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്നു കാണുന്ന എല്ലാ നന്മകളും DYFI എന്ന് പറയുന്ന സമരം പ്രസ്ഥാനം ഈ സംസ്ഥാനത്താകെ നടത്തിയ വ്യത്യസ്തമായ പ്രതിരോധങ്ങളിലൂടെ, ചെറുത്തുനിൽപ്പുകളിലൂടെ സംഘടിപ്പിച്ചതാണ്. വലിയ സമരങ്ങൾ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ കേരളത്തിന്റെ തെരുവീതികളിൽ നിന്ന് തടുത്തു നിർത്തി പ്രതിഷേധിക്കാൻ തയ്യാറായിട്ടുള്ള പ്രസ്ഥാനമാണ് DYFIയും SFIയും ഉൾപ്പെടെയുള്ള യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ. പക്ഷെ അന്നൊക്കെ ഒരു ജനാധിപത്യ സമരത്തിന്റെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് ഒരു ചെറിയ പോറല് പോലും ഭരിക്കുന്ന ഭരണാധികാരികളുടെ മേല് പറ്റരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് എല്ലാ സമയത്തും നമ്മൾ സമരം നടത്താറുള്ളത്. സമരം വ്യക്തികൾക്കെതിരല്ല, മറിച്ച് വ്യക്തികളെടുക്കുന്ന നയസമീപനങ്ങൾക്കെതിരാണ് എന്ന കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടുകൂടി വലിയ രൂപത്തിൽ 10,000-കണക്കിന് ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഐതിഹാസികമായ സമരം നടത്തിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് SFIയും DYFIയും. പക്ഷേ ഇന്ന് കേരളത്തിൽ നടക്കുന്നതെന്താ? കേരളത്തിൽ ഇന്ന് UDFന് ഒരു പുതിയ ഉപദേശകൻ വന്നിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോകമാകെ വെറുക്കുന്ന ഒരു ഭരണാധികാരിയെ ഇന്ത്യയുടെ ഭരണമേൽപ്പിക്കാനുള്ള എല്ലാ ചരടും വലിച്ച ഒരാളാണ് കനകോലു എന്ന് പറയുന്ന മനുഷ്യൻ. ആ RSSനെ, സംഘപരിവാരത്തെ, BJPയെ, നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തിച്ച അതേ കനകോലു കേരളത്തിലെ UDFനെ സഹായിക്കാൻ പുതിയ ചില കള്ളികളുമായി കേരളത്തിൽ അവതരിച്ചിരിക്കുകയാണ്. അതിന്റെ ചില ചിത്രങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലമായി നാം കാണുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നട്ടാൽ കുരുക്കാത്ത നുണകൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ജനകീയ നേതാക്കളെ ഇതിനു മുമ്പ് മന്ത്രിയുടെ വീട്ടിലേക്കുൾപ്പെടെ സമരം നടത്തി വീടിന്റെ ഉമ്മറത്തിന് കയറി കോമാളിത്തരം കാണിക്കുന്നു. ഇപ്പോഴിതാ കേരളത്തിന്റെ ഒരു ജനകീയ മന്ത്രിയെ, എന്താ മന്ത്രിയുടെ പ്രത്യേകത? കേരളത്തിലെ ജനാരോഗ്യത്തെ ഒന്നിച്ച്, പൊതുജനാരോഗ്യത്തെ ഒന്നിച്ച് ജനങ്ങൾക്കാകെ സ്വീകാര്യമാകുന്ന രൂപത്തിൽ ജനാധിപത്യവൽക്കരിച്ച ഒരു ജനപ്രതിനിധിയെ, മന്ത്രിയെ ആക്രമിക്കാനാണ് KSU, യൂത്ത് കോൺഗ്രസ്, UDF, കോൺഗ്രസ് തയ്യാറാവുന്നത്. ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. നേരത്തെ നീരജ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമൊന്ന് തീരുമാനിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും DYFIയും SFIയും തീരുമാനിച്ചാൽ ഒരൊറ്റ UDFകാരൻ പുറത്തിറങ്ങില്ല എന്ന് തീരുമാനിക്കാനുള്ള ആശയമുള്ള പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. ആ അർത്ഥത്തിലുള്ള അവസ്ഥയിലേക്ക് പോകരുത് എന്ന് മാത്രം വലതുപക്ഷ രാഷ്ട്രീയക്കാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സഖാക്കളെ, അഭിവാദ്യങ്ങൾ.